നാടിനെ നടുക്കിയ പാലക്കാട് പനയമ്പാടത്തുണ്ടായ വൻ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. അപകടത്തിൽ മരിച്ച പെൺകുട്ടികൾ നടന്നു പോകുന്നത് ദൃശ്യങ്ങളിൽ. പനയമ്പാടത്തു നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, ഈ അപകടമുണ്ടാകുന്നതിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ അവർ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും പരീക്ഷയൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു ആലസ്യത്തിൽ അവർ വർത്തമാനമൊക്കെ പറഞ്ഞ് നടന്നു പോകുന്നത് മരണത്തിലേക്കാണെന്നറിയാതെ പോകുന്ന ചില നിമിഷങ്ങൾ. ഇത് എത്ര അകലെയുള്ള ദൃശ്യങ്ങളാണ്? എവിടെ നിന്നാണ് ഇത് ലഭിച്ചിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? സംഗീത, ഈ അപകടം നടന്നതിൻ്റെ ഒരു 20 മീറ്റർ അകലെയുള്ള വർക്ക്ഷോപ്പിൽ നിന്നും, ബൈക്ക് വർക്ക്ഷോപ്പിൽ നിന്നുമാണ് ഈ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും 5 സുഹൃത്തുക്കൾ അവർ വളരെ വീട്ടിലേക്ക് നടന്നു പോകുന്നു. ആ സമയത്ത് അവിടെ നിന്നും ഒരു 20 മീറ്റർ അകലെയാണ് ഈ അപകടം നടക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം പിന്നീട് അവിടെ ബൈക്ക് വർക്ക്ഷോപ്പിലുള്ള ജീവനക്കാർ ഒരു 20 സെക്കൻഡ് കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്ന്, അതായത് ഒരു ശബ്ദം കേട്ട് എഴുന്നേൽക്കുന്നതിൻ്റെ ദൃശ്യം കൂടി അതിൽ നിന്ന് വ്യക്തമാണ്. അതായത് ഈ അപകടം നടന്നതിൻ്റെ തൊട്ട് മുമ്പ്, അതായത് നടന്ന് 20 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ബൈക്ക് വർക്ക്ഷോപ്പ് കടന്നത് 20 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ അപകടം ഉണ്ടായി എന്നുള്ളതാണ്. ഈ 4 പേരും 5 പേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അവർ തന്നെ വീടിൻ്റെ തൊട്ടടുത്തുള്ള എല്ലാവരും അടുത്തുള്ള ചെറുള്ളി എന്ന് പറയുന്ന ആ സ്ഥലത്ത് തന്നെയുള്ള സുഹൃത്തുക്കളാണ്. അവരാണ് ഇങ്ങനെ ദാരുണമായ ഒരു അപകടത്തിൽ പെട്ടിട്ടുള്ളത്. ഈ ബൈക്ക് വർക്ക്ഷോപ്പിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും 5 പേരും ഒരുമിച്ച് വളരെ സൗഹാർദ്ദപരമായി മുന്നോട്ട് പോകുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ അവരെ മരണത്തിന് കീഴടങ്ങേണ്ട ഒരു അവസ്ഥ. തൊട്ട് എതിർ ദിശയിൽ നിന്ന് വന്ന ഒരു ലോറി നിയന്ത്രണം തെറ്റി അവരുടെ ശരീരത്തിൻ്റെ മുകളിലേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് ആ ബൈക്ക് വർക്ക്ഷോപ്പിലുള്ളതും തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകളും കണ്ടത്. തീർച്ചയായും പ്രസാദ്, എന്താണെങ്കിലും അവരുടെ അവസാന നിമിഷങ്ങൾ, ഏറ്റവും ഒടുവിലായുള്ള നിമിഷങ്ങൾ, ഇർഫാന, മിത, റിദ, ആയിഷ അടക്കം ഒരു കുട്ടിയും കൂടിയുണ്ട് അപകടത്തിൽപ്പെട്ടത്. ഈ മരിച്ചു 4 പേരുടെ അടക്കമുള്ള അവസാന നിമിഷങ്ങളാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. എന്താണെങ്കിലും പ്രസാദ് തുടരുന്നുണ്ട്. പ്രസാദ്, ഏറ്റവും ഒടുവിലായി, അതായത് ഇതിന് ശേഷം ഒരു 20 സ്റ്റെപ്പ് അവർ മുന്നോട്ടേക്ക് വെച്ച് കാണുമല്ലേ? ഓപ്പോസിറ്റ് ദിശയിൽ നിന്ന് വന്ന വാഹനമാണ് അവരിലേക്ക് മറിഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്, അങ്ങനെയല്ലേ? തീർച്ചയായും സംഗീത, അതായത് നമുക്ക് കാണാം, ഇപ്പോൾ ഈ ലോറി ഇവിടെ നിൽക്കുന്നു. ഈ ലോറിയിൽ നിന്ന് മാറിയിട്ട്, അതായത് ഏറെക്കുറെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ മാറി നിന്നാൽ ഒരു 20 മീറ്റർ അകലെ മാത്രമാണ് ഇതിൻ്റെ അപ്പുറത്ത് ഈ ബൈക്ക് വർക്ക്ഷോപ്പ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. തൊട്ടടുത്ത് തന്നെ നമ്മൾ ഈ അപകടമുണ്ടായി അവർ യാദൃച്ഛികമായി പരിശോധിക്കുന്നതാണ്. കാരണം അതിലെ CCTV ദൃശ്യങ്ങൾ കൂടുതലും കടയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് വെച്ചിരുന്നത്. കടയ്ക്ക് മുന്നിൽ ആരെങ്കിലും വന്നാൽ കാണുന്നതിനും അതിൻ്റെ സുരക്ഷാ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച CCTV ആണ്. ആ CCTV പരിശോധിക്കുമ്പോഴാണ് 3:48 ആ സമയത്താണ്, അതായത് 4 മണിക്ക് തൊട്ട് മുമ്പ് ഈ പരീക്ഷ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് മടങ്ങുന്നു. 5 പേരും ഒരുമിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന ആ ദൃശ്യമാണ് പിന്നീട് കാണുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു 20 മീറ്റർ ദൂരത്തിൽ നിന്നും അപകടം ഉണ്ടാകുന്നു. വളരെ കുറഞ്ഞ സമയത്ത് തന്നെ ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. കുട്ടികൾ നടന്നു പോയതിനു ശേഷം ഒരു 20 സെക്കൻഡ് കഴിയുമ്പോൾ അവിടെ ഈ ശബ്ദം കേട്ട്, തൊട്ടടുത്ത് ശബ്ദം കേട്ട് ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നു. അവിടുത്തെ ബൈക്ക് വർക്ക്ഷോപ്പിലെ ജീവനക്കാർ, അവിടുത്തെ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്ന ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. വളരെ ദാരുണമായ കാഴ്ചയായിരുന്നു പിന്നീട് അവർ കണ്ടത്. പാലക്കാട് ഭാഗത്തു നിന്നും സിമൻറ്റ് കയറ്റി വന്ന ലോറി ആ കുട്ടികളുടെ ശരീരത്തേക്ക് മറിഞ്ഞ് വീഴുന്ന കാഴ്ചയായിരുന്നു. നാട്ടുകാർക്ക് ആ സമയത്തൊന്നും തന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം ലോറി പൂർണ്ണമായും ഒരു ചാലിലേക്കാണ്. ആ ചാലിനും ലോറിക്കും ഇടയിൽ കുട്ടികൾ കുരുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഏറെ നേരം പണിപ്പെട്ടിട്ടാണ് പിന്നീട് ക്രെയിനെല്ലാം കൊണ്ടുവന്നിട്ടാണ് ഈ കുട്ടികളെ, ഈ ലോറി ഉയർത്തി കുട്ടികളെ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോഴേക്കും 4 കുട്ടികളും ഏറെക്കുറെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. പിന്നീട് തൊട്ടടുത്തുള്ള തച്ചമ്പാറ ആശുപത്രിയിലേക്ക് 3 കുട്ടികളെ എത്തിച്ചു. അപ്പോഴത്തേനും അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒരു കുട്ടിയെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ആ കുട്ടിയുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒരു കുട്ടിക്ക് മാത്രമാണ് ആ അപകടത്തിൽ നിന്നും ഉടനെ ചാടി രക്ഷപ്പെടാൻ കഴിഞ്ഞത്. വളരെ ഭാഗ്യമായി അവർക്കത് ചാടി രക്ഷപ്പെടാൻ കഴിഞ്ഞു.
മറ്റ് 4 കുട്ടികളും ആ അപകടത്തിൽ ലോറിക്കടിയിലേക്ക് പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. തീർച്ചയായും പ്രസാദ്, മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന അവർ 4 പേരാണിത്. അവരുടെ ഏറ്റവും ഒടുവിലായുള്ള നിമിഷങ്ങൾ. മരണം കവരുമെന്നറിയാതെ അവർ നടന്നു നീങ്ങുകയാണ്. പരീക്ഷയൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു ആലസ്യത്തിൽ സൗഹൃദം പങ്കിട്ട്, സന്തോഷം പങ്കിട്ട് അവർ നടന്നു നീങ്ങുന്നത് മരണത്തിലേക്കാണെന്ന് അറിഞ്ഞില്ല. എന്തായാലും പാലക്കാട് പനയമ്പാടത്തുണ്ടായ അപകടത്തിലെ ആ കുട്ടികളുടെ അവസാന നിമിഷങ്ങളാണ് ഈ സ്ക്രീനിൽ കാണുന്നത്.